2 books every high value man should read. നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനും നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനും നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ സക്സസ്, ലീഡർഷിപ്പ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണൽ റോഡ് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ എബിലിറ്റീസ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു റോഡ് മാപ്പാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള 2 ബുക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സമ്മറൈസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഈ ബുക്സിൻ്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ബുക്ക് ആറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. ഈ ബുക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹാബിറ്റ്സ് ആൻഡ് സയൻസിലാണ്. മാത്രമല്ല എങ്ങനെയാണ് ചെറിയ ചേഞ്ചസ് വലിയ റിസൾട്ട്സ് കൊണ്ടുവരുന്നതെന്നും ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായി ഓഥർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നല്ല ശീലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ബിൽഡ് ചെയ്യേണ്ടതെന്നും ചീത്ത ശീലങ്ങളെ എങ്ങനെ നശിപ്പിക്കണമെന്നും ഈ ബുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഓഥർ പറയുന്നത് ഗോൾസ് അല്ല, മറിച്ച് സിസ്റ്റംസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഗോൾ ഒരു 300 പേജ് ബുക്ക് എഴുതാനാണെങ്കിൽ അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഡെയിലി റൈറ്റിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഈ സിസ്റ്റം അനുസരിച്ച് ഡെയിലി എഴുതാൻ ഒരു സ്കെഡ്യൂൾ സെറ്റ് ചെയ്യണം, എഴുതാനുള്ള എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം, ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്തു വെക്കണം. അതേപോലെ എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്ത് സിസ്റ്റം ട്രാക്കിലൂടെ തന്നെയാണോ പോകുന്നതെന്ന് റീചെക്കും ചെയ്യണം. രണ്ടാമതായി ഓഥർ പറയുന്നത് ബിഹേവിയർ ചേഞ്ചിൻ്റെ 4 ലോസിനെ കുറിച്ചാണ്. ഇത് ഈസിയായി മനസ്സിലാക്കാൻ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് ഡെയിലി എക്സസൈസ് ചെയ്യാനുള്ള ഹാബിറ്റാണ് ബിൽഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ലോ അനുസരിച്ച് മേക്ക് ഇറ്റ് ഒബ്വിയസ്, അതായത് തലേ ദിവസം തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഡിൻ്റെ അടുത്ത് വർക്കൗട്ട് ചെയ്യാനുള്ള ഡ്രസ്, ഷൂസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അത് നിങ്ങൾക്കൊരു വിഷ്വൽ റിമൈൻഡറായി തോന്നും. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നാണ്. അതായത് നിങ്ങൾ അത് എൻജോയ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള എക്സസൈസ് ഫോം ഏതാണോ അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ചിലർക്ക് ഡാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിരിക്കും. സോ ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റഡ് അത് വേണം നിങ്ങൾ പ്രിഫർ ചെയ്യാൻ. മൂന്നാമത്തെ ലോ മേക്ക് ഇറ്റ് ഈസി എന്നാണ്. തുടങ്ങുമ്പോൾ എപ്പോഴും ചെറുതായി തുടങ്ങണം, അത് നിങ്ങൾക്ക് മാനേജബിൾ ആയിരിക്കണം. ഉദാഹരണത്തിന് ആദ്യമൊക്കെ 10-15 മിനിറ്റ് വർക്കൗട്ട് വേണം സ്കെഡ്യൂൾ ചെയ്യാൻ. അവസാനത്തെ ലോ പറയുന്നത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ് എന്നാണ്. വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ഹെൽത്തി റിവാർഡ് കൊടുക്കുന്നത് വളരെ സാറ്റിസ്ഫൈയിങ് ആയ കാര്യമായിരിക്കും. റിവാർഡ് എന്ന് പറയുമ്പോൾ അതൊരു ഹെൽത്തി സ്മൂത്തി ആവാം, അല്ലെങ്കിൽ റിലാക്സിങ് ഷവർ ആവാം. എന്താണെങ്കിലും അത് നിങ്ങളെ ഹെൽത്തി ആയ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാവണം. 3, വേറൊരു കാര്യം ഓഥർ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ദ പവർ ഓഫ് 1% ഇംപ്രൂവ്മെന്റ്സിനെ കുറിച്ചാണ്. ഇതിൽ ഓഥർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ചെറിയ കൺസിസ്റ്റന്റ് ആയ ശീലങ്ങൾ കുറച്ചു കാലത്തിന് ശേഷം വലിയ റിസൾട്ട്സ് തരുന്നത് എന്നാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു വർഷത്തിൽ 50 ബുക്ക് വായിക്കണം എന്ന ഗോൾ സെറ്റ് ചെയ്യാതെ ഡെയിലി ചെറിയ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾ സെറ്റ് ചെയ്ത് തുടങ്ങണം. ഉദാഹരണത്തിന് ഡെയിലി ഒരു 10-15 മിനിറ്റ് റീഡിംഗ് ടൈമിന് വേണ്ടി സെറ്റ് ചെയ്യുക. അതുമല്ലേ 1% എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ റീഡിംഗ് ടൈമിനെ നിങ്ങൾക്ക് മെല്ലെ കൂട്ടാൻ പറ്റും. ഇതിനെ ഓഥർ കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണോ ഫിനാൻസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതേപോലെ നിങ്ങളുടെ ചെറിയ ഇംപ്രൂവ്മെൻറ്റ്സ് സമയം പോകുന്തോറും നിങ്ങൾക്ക് വലിയ റിസൾട്ട്സ് ആണ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ബുക്ക് നോക്കാം. ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ബൈ സ്റ്റീഫൻ ആർ കോവേ. ഈ ബുക്കിൽ ഓഥർ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള 7 ഹാബിറ്റ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമതായി ബി പ്രൊആക്റ്റീവ്. ജോലി സ്ഥലത്ത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ അടുത്ത് വരാറായി എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. സോ ആ സമയത്ത് ഈ വിഷയത്തെപ്പറ്റി മാനേജർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഡെഡ് ലൈൻ എഡ്ജിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾ ഈ പ്രൊജക്റ്റ് നേരത്തെ തന്നെ തുടങ്ങി അതിൻ്റെ പ്രോഗ്രസ് മാനേജറിനെ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ പ്രൊആക്റ്റീവ് ഹാബിറ്റാണ് ഫോളോ ചെയ്യുന്നത്. 2, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യണം. സോ എനിക്ക് ഫിറ്റ് ആവണം എന്ന് പറയുന്നതിന് പകരം നിങ്ങളൊരു ക്ലിയർ ആയി ഗോൾ ഡിഫൈൻ ചെയ്യണം. അതായത് ഒരു 5 മാസത്തിനുള്ളിൽ എനിക്ക് 10 കിലോഗ്രാമെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യണം. 3, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. നിങ്ങൾ ബേസിക്കലി മൾട്ടി ടാസ്ക് ചെയ്യുന്ന വ്യക്തിയാണ്. സോ ഈ ഹാബിറ്റ് അനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ടാസ്കിനെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്തു തീർക്കാൻ, അല്ലാതെ തോന്നുന്ന പോലെയല്ല. 4, തിങ്ക് വിൻ വിൻ. നിങ്ങളുടെ ക്ലയൻ്റായി നിങ്ങളൊരു കോൺട്രാക്റ്റ് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്കും അവർക്കും ഈക്വൽ ബെനിഫിറ്റ്സ് വരുന്ന മൈൻഡ് സെറ്റാണ് ഈ വിൻ വിൻ. 5, സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ജോലി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രാവിലെ മുതലുള്ള ടയേർഡ്നെസ് കാരണം മേ ബി നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പക്ഷേ വീട്ടിലെത്തിയതും അന്ന് അവിടെ നടന്ന പ്രശ്നങ്ങൾ വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞാൽ അതിനെ ശരിക്കും മനസ്സിലാക്കാതെ സൊല്യൂഷൻസ് കൊടുക്കാനോ ജഡ്ജ് ചെയ്യാനോ ശ്രമിക്കരുത്. റിലേഷൻഷിപ്സിൽ താൻ പറയുന്നത് മറ്റേയാൾ കേൾക്കുന്നുണ്ട്, അത് അവന് മനസ്സിലാവുന്നുണ്ട് എന്ന റിയലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് അങ്ങനെ റിയലൈസ് ചെയ്താലാണ് അവരും നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും.
സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആറാമതായി സിനർജൈസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ടീമിലുള്ള ഓരോരുത്തരും ഓരോ ചെറിയ ടാസ്ക് എടുത്ത് ഇൻഡിപെൻഡൻ്റായി ചെയ്യുന്നതിന് പകരം എല്ലാവരും ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്ത് പല ഐഡിയാസും കൊണ്ടുവരുന്ന കൊളാബറേഷനാണ് ഈ ഹാബിറ്റ്. 7. ഷാർപ്പൻ ദ സോ. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെന്ന് ഇമാജിൻ ചെയ്യുക. 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയി പഠിച്ചപ്പോൾ നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി എക്സോസ്റ്റായി. സോ ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡിനെ വീണ്ടും ആദ്യത്തെ പോലുള്ള എനർജിയിൽ കൊണ്ടുവരാൻ കുറച്ച് സമയം എക്സസൈസ്, ഫാമിലി ടൈം, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് മാറ്റിവെക്കണം. അതിനെയാണ് ഷാർപ്പൻ ദ സോ എന്ന് പറയുന്നത്. ഓതർ പറഞ്ഞിരിക്കുന്ന ഓരോ ഹാബിറ്റും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല ആസ്പെക്ട്സിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2 ഇൻക്രെഡിബിൾ ബുക്സിൻ്റെ വളരെ ചെറിയ രീതിയിലുള്ള സമ്മറിയാണ് നോക്കിയത്. പലതരത്തിലുള്ള ഇൻസൈറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓതർ ഈ ബുക്കിൽ വളരെ ഡീപ്പായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പുസ്തകങ്ങളും വായിക്കുന്നത് നിങ്ങളുടെ സക്സസ്, ലീഡർഷിപ്പ് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.